തൃശൂർ കോർപ്പറേഷനിൽ UDF ഭൂരിപക്ഷം നേടിയതിനു പിന്നാലെ മേയർ ആരാകുമെന്ന ചർച്ചകൾ സജീവം. പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം കണക്കിലെടുത്തായിരിക്കും മേയറിനെ തെരഞ്ഞെടുക്കുകയെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം പാലിക്കാതിരുന്ന അണ്ടർ സെക്രട്ടറിമാർ നേരിട്ട് കമ്മീഷന്റെ മുൻപിൽ ഹാജരാകണമെന്ന് ഉത്തരവ്. കൈക്കൂലി കേസിൽ കുടുങ്ങിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ ആരാഞ്ഞതിൽ വ്യക്തമായി മറുപടി നൽകാത്തതിലാണ് ഉത്തരവ്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉച്ചയ്ക്ക് വീണ്ടും കൂടി. ഇന്ന് സ്വർണ്ണവില കുതിച്ചുയർന്നത് 2 തവണ. ലക്ഷത്തിന് തൊട്ടരികിലെത്തി പവൻ വില. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ കോർപ്പറേഷനിൽ UDF ഭൂരിപക്ഷം നേടിയതിനു പിന്നാലെ മേയർ ആരാകുമെന്ന ചർച്ചകൾ സജീവം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സാമുദായിക സമവാക്യം കൂടി നോക്കിയായിരിക്കും തീരുമാനം. കോൺഗ്രസ് മത്സരിപ്പിച്ച 32 വനിതകളിൽ 19 പേരാണ് വിജയിച്ചത്. കേവല ഭൂരിപക്ഷമായ 29 സീറ്റിനേക്കാളും 4 സീറ്റിന്റെ മുൻതൂക്കമുള്ളതിനാൽ സമ്മർദ്ദങ്ങളില്ലാതെ ഭരിക്കാൻ UDFന് തൃശൂരിൽ കഴിയും. ഘടകകക്ഷികളായി മത്സരിച്ചവർ പരാജയപ്പെട്ടതിനാൽ ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പും കോൺഗ്രസിന് സുഗമമാകും. സംഘടനാ രംഗത്തുള്ള 4 പേരെയാണ് കോൺഗ്രസ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇക്കുറി വനിതാ സംവരണമായതിനാൽ കോർപ്പറേഷനിലെ ഭരണപരിചയവും മുൻഗണനാ ഘടകങ്ങളിൽ ഉൾപ്പെടും. ലാലൂരിൽ നിന്ന് 2483 വോട്ടുകൾ നേടി വൻ വിജയം നേടിയ നിലവിലെ കൗൺസിലർ കൂടിയായ ലാലി ജെയിംസ്, മുക്കാട്ടുകരയിൽ നിന്ന് വിജയിച്ച ശ്യാമള മുരളീധരൻ, DCC ജനറൽ സെക്രട്ടറിയും മുൻ ഡെപ്യൂട്ടി മേയറുമായിരുന്ന അഡ്വക്കേറ്റ് സുബി ബാബു, DCC വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ എന്നിവരാണ് സജീവ പരിഗണനയിൽ ഉള്ളവർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സാമുദായിക സമവാക്യം കൂടി നോക്കിയായിരിക്കും തീരുമാനം. കോൺഗ്രസ് മത്സരിപ്പിച്ച 32 വനിതകളിൽ 19 പേരാണ് വിജയിച്ചത്. മീഡിയ ടൈം, തൃശൂർ. പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം കണക്കിലെടുത്തായിരിക്കും തൃശൂർ കോർപ്പറേഷൻ മേയറിനെ തെരഞ്ഞെടുക്കുകയെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. തൃശൂരിൽ കോൺഗ്രസിനുണ്ടായത് വലിയ വിജയമാണ്. അതിൽ അഹങ്കരിക്കില്ല. തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. തീർച്ചയായും മേയർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ എന്നുള്ളതൊക്കെ പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനമാണ് നടപ്പിലാക്കുക. അതിലൊരു നിലയ്ക്കും ആരുടെയും ഇടപെടൽ ഉണ്ടാവില്ല. അത് തീർത്തും പറയാം. പൂർണ്ണമായി പാർലമെന്ററി പാർട്ടിയെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. അവരുടെ തീരുമാനമായിരിക്കും ഇവിടെ പുതിയ മേയറും ഡെപ്യൂട്ടി മേയറും. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മൾ എണ്ണത്തിൽ കണക്കാക്കിയാൽ ഏകദേശം 50 മുകളിലുള്ള പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് കരുത്ത് കാണിക്കാൻ സാധിച്ചു. ജില്ലാ പഞ്ചായത്ത് 5 എന്നുള്ളത് ഞങ്ങൾക്ക് 9ലേക്ക് എത്താൻ സാധിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് 3 എന്നുള്ളത് ഞങ്ങൾക്ക് 6ലേക്ക്, ഒരെണ്ണം ടൈ ഉൾപ്പെടെ 6ലേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം അത്രയും വലിയ മുന്നേറ്റമാണ് ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടായത്. പറവൂരിൽ ആരായിരിക്കും നഗരസഭാ ചെയർമാൻ? 30 വാർഡുകളുള്ള പറവൂർ നഗരസഭയിൽ 15 വാർഡുകളിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതോടെ കോൺഗ്രസ് തുടർച്ചയായി 4ാം തവണയും ഇവിടെ ഭരണത്തിലേറുമെന്ന് ഉറപ്പായി. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 16 തികച്ചില്ലെങ്കിലും ഇപ്പോഴുള്ള അംഗബലം കൊണ്ട് തന്നെ UDFന് ഭരണം നിലനിർത്താനാകും. 15 വാർഡുകളിൽ വിജയിച്ച UDFും LDFന് 12ഉം NDAക്ക് 3 അംഗങ്ങളാണ് പറവൂരിലുള്ളത്. ചെയർമാൻ, വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ ഈ 2 മുന്നണികളും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുമെന്നാണ് അറിയുന്നത്. UDFിൽ നിന്ന് ചെയർമാൻ പദവിയിലേക്ക് നിലവിൽ 4 പേരുടെ പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇക്കുറി പറവൂരിൽ ചെയർമാൻ പദവി ജനറൽ വിഭാഗത്തിനുള്ളതാണ്. 2015-2020 കാലഘട്ടത്തിൽ 4 വർഷത്തോളം നഗരസഭാ ചെയർമാനായിരുന്ന നന്ദ്യാട്ടുകുന്നം 22ാം വാർഡിൽ നിന്നും ജയിച്ച രമേശ് D. കുറുപ്പിനായിരിക്കും മുൻതൂക്കം. ഭരിച്ച കാലയളവിൽ മികവാർന്ന ഭരണം നടത്തിയെന്ന ഖ്യാതിയും ഇദ്ദേഹത്തിനുണ്ട്. ഭരണകാലയളവിൽ നടത്തിയ വികസന നേട്ടങ്ങളും ശ്രദ്ധേയമാണ്. ജോബി പഞ്ഞിക്കാരൻ, സജി നമ്പ്യത്ത്, ഡെന്നി തോമസ് എന്നിവരുടെ പേരുകളും ചെയർമാൻ പദവിയിലേക്ക് ഉയർന്നു കേൾക്കുന്നവരുടെ പട്ടികയിലുണ്ട്. 2ാം വാർഡ് കുറുന്തോട്ടിപ്പറമ്പിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച ജോബി പഞ്ഞിക്കാരൻ കഴിഞ്ഞ ഭരണസമിതിയിൽ സ്വതന്ത്രനായാണ് നിലകൊണ്ടിരുന്നത്. കോൺഗ്രസ് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് വിമതനായി മത്സരിച്ചാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. പിന്നീട് ഭരണത്തിന്റെ അവസാന നാളുകളിൽ കോൺഗ്രസിലേക്ക് തിരിച്ചുവരികയാണുണ്ടായിരുന്നത്. കോൺഗ്രസിലെ 15 പേരിൽ 10 പേർ വനിതകളും 5 പേർ പുരുഷന്മാരുമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സാന്നിധ്യത്തിൽ
പാർലമെന്ററി പാർട്ടി യോഗം കൂടിയ ശേഷമായിരിക്കും ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. 21 രാവിലെ 10 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക. അതിനുശേഷം സർക്കാർ വിജ്ഞാപനം വന്ന ശേഷമേ ചെയർമാൻ, വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുകയുള്ളൂ. ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് പിന്നീട് സ്റ്റാൻഡിംഗ് അംഗങ്ങളെയും അതിന്റെ ചെയർമാൻമാരെയും തിരഞ്ഞെടുക്കുക. മീഡിയ ടൈം, പറവൂർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം പാലിക്കാതിരുന്ന അണ്ടർ സെക്രട്ടറിമാർ നേരിട്ട് കമ്മീഷന്റെ മുൻപിൽ ഹാജരാകണമെന്ന് ഉത്തരവ്. മാളയിലെ പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ RTI അപേക്ഷയ്ക്ക് മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് കമ്മീഷൻ വീണ്ടും ഇടപെട്ടത്. കൈക്കൂലി കേസിൽ കുടുങ്ങിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ ആരാഞ്ഞതിൽ വ്യക്തമായി മറുപടി നൽകാത്തതിലാണ് ഉത്തരവ്. കഴിഞ്ഞ ഓഗസ്റ്റ് 23 സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ കൈക്കൂലി കേസിൽ കുടുങ്ങിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ 5 ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. എന്നാൽ ഉത്തരവ് നടപ്പാക്കിയില്ല. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നൽകിയ ഷാൻഡി ജോസഫിന്റെ വിവരാവകാശ അപേക്ഷ പിന്നീട് വിജിലൻസ് വകുപ്പിലേക്കും ആഭ്യന്തര വകുപ്പിലേക്കും കൈമാറിയെങ്കിലും വ്യക്തമായ മറുപടിയൊന്നും ലഭിച്ചില്ല. അപ്പീൽ നൽകിയെങ്കിലും ഫലം ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് വിവരാവകാശ കമ്മീഷനിൽ അപ്പീൽ നൽകിയത്. തുടർന്ന് 1ാം അപ്പീൽ അധികാരിയായ വിജിലൻസ് അണ്ടർ സെക്രട്ടറി മനഃപൂർവ്വമല്ലാത്ത പിഴവ് സംഭവിച്ചതായി കമ്മീഷനോട് അറിയിക്കുകയും ഇനി മുതൽ അപേക്ഷകൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുമായ PP കരുണാകരൻ നൽകിയ പട്ടികയിൽ കൈക്കൂലി കേസുകളിലെ പ്രതികളുടെ പേരോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളോ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതിനെ തുടർന്ന് പരാതിക്കാരനെയും എതിർകക്ഷികളെയും നേരിട്ട് കേട്ട ശേഷം പ്രതികളായ ഉദ്യോഗസ്ഥരുടെ പേര്, വകുപ്പ്, പിടിച്ചെടുത്ത തുക, കേസ് നമ്പർ എന്നിവ വ്യക്തമാക്കിയ രേഖ 5 ദിവസത്തിനുള്ളിൽ നൽകാൻ വിജിലൻസ് അണ്ടർ സെക്രട്ടറിയോട് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഉത്തരവ് നടപ്പിലാക്കിയില്ല. ഇതോടെ കമ്മീഷനിൽ വീണ്ടും ഷാൻഡി ജോസഫ് തട്ടകത്ത് പരാതി നൽകുകയായിരുന്നു. മീഡിയ ടൈം, മാള. തൃശൂർ ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. വ്യവസായ മന്ത്രി P രാജീവ് ടവറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. TC ടവറിലെ കേരള വിഷൻ ലിമിറ്റഡ് തൃശൂരിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. TV വിനോദ് കുമാർ മെമ്മോറിയൽ ഹാളിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു നിർവഹിച്ചു. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരുടെ അനുവാദത്തോടു കൂടി തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് TCV ടവർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നിറഞ്ഞ കൈകൾ ഒരിക്കൽക്കൂടെ നൽകിക്കൊണ്ട് ഈ നല്ല നിമിഷത്തിന് സാക്ഷ്യം വഹിക്കും. TCV ടവറിലെ കേരള വിഷൻ ലിമിറ്റഡ് തൃശൂരിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് തന്നെ തൃശൂർ ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഏറെ നാളത്തെ അഭിലാഷമാണ് യാഥാർത്ഥ്യമായത്. തൃശൂർ പൂത്തോളിലെ എക്സൈസ് അക്കാദമിക്ക് എതിർവശത്തായി 22,000 ചതുരശ്ര അടിയിൽ 4 നിലകളിലായി അത്യാധുനിക രീതിയിൽ പണി കഴിപ്പിച്ച ആസ്ഥാന മന്ദിരമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടനത്തിന് ശേഷം പൂത്തോൾ മെർലിൻ ഹോട്ടലിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം മന്ത്രിമാരായ P രാജീവും R ബിന്ദുവും COA ഭാരവാഹികളും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശികമായ വാർത്തകളും എല്ലാം ഏറ്റവും നല്ല നിലയിൽ നൽകിക്കൊണ്ട് ഒരു ബദൽ മാധ്യമ ശൃംഖലയായിട്ട് പ്രവർത്തിക്കുന്നത്. പരിമിതമായ സൗകര്യങ്ങളിലാണ് അടുത്ത കാലം വരെ പ്രവർത്തിച്ചിരുന്നത്. ഇന്നിത് അതിമനോഹരമായ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അതിവിശാലമായ ഏറ്റവും ഗംഭീരമായ ഒരു കെട്ടിട സമുച്ചയം TCV ടവർ, TCVയുടെ ഓഫീസ് എന്ന നിലയിൽ സജ്ജമായിരിക്കുകയാണ്. ദീർഘകാലത്ത് അടുപ്പം എനിക്ക് കേരള വിഷയമായിട്ടുണ്ട്. ഊട്ടുചെട്ടിയിൽ കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റേഴ്സ് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് വലിയ സമരം തുടങ്ങിയ ഒരു സന്ദർഭത്തിൽ മറ്റേതൊന്നിനോടും ഇടപിടിക്കാവുന്ന രൂപത്തിൽ കേരള വിഷൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കെട്ടിട നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച COA ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ, KCCL MD PP സുരേഷ് കുമാർ, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, ന്യൂസ് മലയാളം ചാനൽ MD അബൂബക്കർ സിദ്ദിഖ്, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം TCV ഗ്രാൻഡ് സെലിബ്രേഷൻ 2025 മെഗാ ഷോയും അരങ്ങേറി. മീഡിയ ടൈം, തൃശൂർ.
സംസ്ഥാനത്ത് സ്വർണ്ണവില ഉച്ചയ്ക്ക് വീണ്ടും കൂടി. ഇന്ന് 2 തവണയാണ് സ്വർണ്ണവില കുതിച്ചുയർന്നത്. ലക്ഷത്തിന് തൊട്ടരികിലെത്തി ഇപ്പോൾ പവൻ വില. ഉച്ചയ്ക്ക് ഗ്രാമിന് 60 രൂപയും പവന് 480 രൂപയുമാണ് കൂടിയത്. ഇതോടെ ഗ്രാമിന് 12,410 രൂപയും പവന് 99,280 രൂപയുമായി. ഇന്ന് രാവിലെ സ്വർണം ഗ്രാമിന് 75 രൂപ വർദ്ധിച്ചിരുന്നു. 12,350 രൂപയായിരുന്നു 1 ഗ്രാം സ്വർണത്തിന്റെ വില. പവന്റെ വില രാവിലെ 600 രൂപ വർദ്ധിച്ച് 98,800 രൂപയായിരുന്നു. ഇതിനു മുൻപ് ഡിസംബർ 12-നായിരുന്നു സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തിയത്. അന്ന് 98,400 രൂപയായിരുന്നു 1 പവന്റെ വില. ആഗോള വിപണിയിലും സ്വർണ്ണവില ഉയരുകയാണ്. തിങ്കളാഴ്ചയും സ്വർണത്തിന് നേട്ടം രേഖപ്പെടുത്തി. സ്പോട്ട് ഗോൾഡിന്റെ വില 1.07% ഉയർന്ന് $4,346.28 US ഗോൾഡ് ഫ്യൂച്ചർ നിരക്ക് 1.17% ഉയർന്ന $4,379.15 എത്തി. ഡോളറിന്റെ കരുത്ത് കുറയുന്നതും US ട്രഷറി വരുമാനം ഇടിയുന്നതുമാണ് സ്വർണ്ണവില ഉയരുന്നതിനുള്ള പ്രധാന കാരണം. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ചേർപ്പിൽ കാറിടിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പടിഞ്ഞാട്ടുമുറി സേവൻകുഴി വീട്ടിൽ ബഷീറാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ മാസമാണ് അപകടമുണ്ടായത്. രാവിലെ നടക്കാൻ പോകുന്ന വഴി പടിഞ്ഞാട്ടുമുറി സിറാത്തു സിവിയ മദ്രസയ്ക്ക് സമീപം വെച്ചാണ് നിയന്ത്രണം വിട്ട കാർ ഇയാളെ ഇടിച്ചത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരുന്ന ആൾ ഇന്ന് രാവിലെ മരിച്ചു. മാളവള്ളിപ്പുറം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ബൈബിൾ കൺവെൻഷൻ നടന്നു. 3-ാം ദിനത്തിൽ KCBC അധ്യക്ഷനും കോഴിക്കോട് അതിരൂപത മെത്രാപ്പോലിത്തയുമായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന് കൺവെൻഷൻ പന്തലിൽ സ്വീകരണം നൽകി. ഫാദർ ജാംലാൽ സെബാസ്റ്റ്യൻ കുര്യാപ്പള്ളി, വികാരി ഫാദർ പോൾ തോമസ് കളത്തിൽ, ശതാബ്ദി കമ്മിറ്റി കൺവീനർ വിൽഫ്രഡ് പുതുവന, കൈക്കാരന്മാരായ ഡെന്നി ചക്കാലക്കൽ, LB തട്ടകത്ത്, പാരിഷ് കൗൺസിൽ സെക്രട്ടറി തോമസ് ചക്കാലക്കൽ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോസ് ചക്കാലക്കൽ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. കൺവെൻഷൻ ഇന്ന് സമാപിക്കും. ആളൂർ കളപ്പുരയ്ക്കൽ ശ്രീ എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ സഹസ്ര കലശത്തിന് തുടക്കമായി. തിങ്കളാഴ്ച രാവിലെ ആരംഭിച്ച നാരായണ ബലിയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി AB ചക്രപാണി, ക്ഷേത്ര മേൽശാന്തി PG വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. ഡിസംബർ 22-ന് അഷ്ടബന്ധ നവീകരണ സഹസ്ര കലശം സമാപിക്കും. 1 വർഷക്കാലത്തോളം ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ പ്രിൻസിപ്പാളും തിരുവനന്തപുരം സ്വദേശിയുമായ സതീഷിന്റെ വിയോഗത്തിൽ ചെമ്പൂച്ചിറ സ്കൂളിൽ അനുശോചന യോഗം ചേർന്നു. വെള്ളിക്കുളങ്ങര പോലീസ് SHO K കൃഷ്ണൻ, പ്രധാന അധ്യാപിക കൃപാകൃഷ്ണൻ, ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അധ്യാപകൻ ചാൾസ്, PTA പ്രസിഡന്റ് പ്രശാന്ത് PS, അജിത PK, ദിനേശൻ എന്നിവർ സംസാരിച്ചു. മരണാനന്തരം കരൾ, വൃക്കകൾ, നേത്രപടലം എന്നിവ ദാനം ചെയ്തിരുന്നു. മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസസ് കോളേജിൽ ആർട്ട് ഫെസ്റ്റ് നടത്തി. ഇടക്ക വാദ്യ കലാകാരൻ പ്രസാദ് മാരാർ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള ചടങ്ങുകൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റ് പുറത്തെ പരിപാടികൾക്ക് പോക്ക് ചുരുക്കണം. എന്നാൽ അതിൻ്റെ പോയി. ഫാദർ ഡോക്ടർ ജോർജ് ആത്തപ്പള്ളി അധ്യക്ഷനായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് നബീസത്ത് ജലീൽ, പ്രിൻസിപ്പൽ മേജർ ഡോക്ടർ അൽഫോൺസ് ലിഗോരി, പ്രൊഫസർ അഹമ്മദ് KM, ദേവാനന്ദ് KR, ലൂഭ എന്നിവർ സംസാരിച്ചു.
ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക മനുഷ്യാവകാശ ദിനം ആചരിച്ചു. സംസ്ഥാന ട്രഷറർ താഹിറ അബ്ദുള്ള, ജില്ലാ സെക്രട്ടറി സതീശൻ കണക്കശ്ശേരി, ജില്ലാ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ കണ്ണമ്പറമ്പിൽ, ജില്ലാ ട്രഷറർ കുട്ടൻ, വൈസ് പ്രസിഡന്റ് പി കെ ഷൈൻ, സംസ്ഥാന ഭാരവാഹി സൈനബ ഫൈസൽ, സ്പെഷ്യൽ ബ്രാഞ്ച് SI ജയകുമാർ, സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടാനശല്യം രൂക്ഷമായ കോടശ്ശേരി പഞ്ചായത്തിലെ 6, 7, 8, 9 വാർഡുകളിൽ തെരുവ് വിളക്കുകൾ ഉടൻ കത്തിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി. ഇത് സംബന്ധിച്ച് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. 8ാം വാർഡായ പീലാർമൊഴിയിൽ തെക്കൂടൻ വീട്ടിൽ സുബ്രൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയാണ്. കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് പ്രസിഡന്റ് KM ജോയ് അധ്യക്ഷനായി. വർഗീസ് പൊറായി, TT ബേബി, ഓമന ജോസ്, കൊച്ചുറാണി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കോർപ്പറേഷനിൽ UDF ഭൂരിപക്ഷം നേടിയതിനു പിന്നാലെ മേയർ ആരാകുമെന്ന ചർച്ചകൾ സജീവം. പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം കണക്കിലെടുത്തായിരിക്കും മേയറിനെ തെരഞ്ഞെടുക്കുകയെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം പാലിക്കാതിരുന്ന അണ്ടർ സെക്രട്ടറിമാർ നേരിട്ട് കമ്മീഷന്റെ മുൻപിൽ ഹാജരാകണമെന്ന് ഉത്തരവ്. കൈക്കൂലി കേസിൽ കുടുങ്ങിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ ആരാഞ്ഞതിൽ വ്യക്തമായി മറുപടി നൽകാത്തതിലാണ് ഉത്തരവ്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉച്ചയ്ക്ക് വീണ്ടും കൂടി. ഇന്ന് സ്വർണ്ണവില കുതിച്ചുയർന്നത് 2 തവണ. ലക്ഷത്തിന് തൊട്ടരികിലെത്തി പവൻ വില. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.